ഒരുത്തൻ പഠിക്കാനുള്ള അവസരം ഉണ്ടായി, ഖുർആൻ കേൾക്കാനുള്ള അവസരമുണ്ടായി, മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകനിലൂടെ നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് കേട്ടാൽ മതി. കേട്ട ആളുടെ ബാധ്യതയാണ് എന്താണ് ഖുർആൻ, ഇവിടെ മുസ്ലിം എന്ന ആൾക്കാരുണ്ടോ, അവരാരാൻ, അവരുടെ വിശ്വാസം എന്താണ്, എന്താണ് അവർ പറയുന്നത് എന്ന് പഠിക്കാതെ അതിൽ വീഴ്ച വരുത്തിയാൽ അവന് ഉദ്റും ബിൽ ജഹ്ലില്ല. കാരണം ഓ പഠിച്ചിട്ടില്ല, പഠിക്കാത്ത അവന്റെ കുറ്റാൻ. അപ്പൊ ഇവിടെ നാട് നീളെ കേരളത്തിൽ പ്രസംഗം നടക്കുന്നുണ്ട്, അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഏത് ഗ്രൂപ്പാണെങ്കിലും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ശിർക്കിനെതിരെ ശബ്ദിക്കുന്നു. അപ്പൊ അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ഒരുത്തൻ ഹക്ക് കേൾക്കുന്നു, പക്ഷേ ഫലാ യൽതഫിതു ഇലൈഹി, ആ കേട്ട കാര്യത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നേയില്ല. വലാ യതഅല്ലമു, അവൻ പഠിക്കുകയും ചെയ്യുന്നില്ല. ഫഹാദാ ലാ യുഅ്ദറു ബിൽ ജഹ്ലി, അങ്ങനെ പഠിക്കാൻ അവസരമുണ്ടായിട്ടും പഠിക്കാത്ത ഇവന് അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകപ്പെടുകയില്ല. അപ്പൊ വളരെ വ്യക്തമാണ്. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അഭിപ്രായം എന്നാരാ പറയണത്? ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ. അപ്പോ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ചില ആളുകൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരികയും എന്നിട്ട് ചില സംസാരങ്ങൾ ഇപ്പൊ അടുത്ത് നടന്നു. അതിൽ പറയണ എന്താ, രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഏതും സ്വീകരിക്കാം എന്ന മട്ടിൽ അറിവില്ലായ്മന്റെ ആനുകൂല്യം ഇല്ല എന്ന അഭിപ്രായമുണ്ട്, ഉണ്ട് എന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് എന്ന അഭിപ്രായത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ. അപ്പൊ ഇവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഉദ്റും ബിൽ ജഹ്ല് ഉണ്ട് എന്നതിൽ ആർക്കും തർക്കമല്ല. ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു ഉദ്റും ബിൽ ജഹ്ല് ഉണ്ട്. ഇല്ല എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിന് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണതാണ് ഉദ്റും ബിൽ ജഹ്ല് ഉണ്ട്. പക്ഷെ ആർക്കാണുള്ളത് ആർക്കാണ് ഇല്ലാത്തത് അത് വേർതി മനസ്സിലാക്കണം. ഇന്നിപ്പോ ഇവിടെ ചില ആളുകൾ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജാറങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോരാത്ത അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിൽപ്പെട്ട അത്തരം വിശ്വാസവും പ്രവർത്തനങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകൾക്കൊക്കെ അറിവില്ലായ്മയുടെ ആനുകൂല്യമുണ്ട്. കാരണം ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരമില്ലാത്തവൻ ചെയ്താൽ അവനത് ശിർക്കാണ് എന്ന് പറയാമെങ്കിലും അവൻ മുശ്രിക്കാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അവരെയൊക്കെ മുസ്ലിങ്ങളായി കൂട്ടണം, അവരുടെ പിന്നിൽ പോയി നമസ്കരിക്കണം, അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കണം, അവരറുത്തത് തിന്നാം, അവർക്ക് കെട്ടിച്ചു കൊടുക്കാം, ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാം, ഒരു വ്യത്യാസം വരുത്തേണ്ടില്ല. കാരണം ഒരു വിവരമില്ലാത്ത ചെയ്താണ്. അപ്പൊ വിവരമില്ലാത്തതിന്റെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം, അതുകൊണ്ട് അവരെയും മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നാണ് ഒരു കൂട്ടം ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാദം പറയുകയും അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വസ്തുത മനസ്സിലാക്കാതിരിക്കുകയോ മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പിഴപ്പിക്കുകയോ ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഇവിടെ വ്യക്തതാണ്, അയ്യകൂന മിൻഹു തഫ്രീതുൻ ബിതർക്കി തഅല്ലുമി മിഥല യസ്മാ ബിൽ ഹഖി ഫലാ യൽതഫിതു ഇലൈഹി വലാ യതഅ.